green engineering. We know that to green is the best way to prevent pollution. Pollution തടയാൻ പറ്റിയ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അല്ലേ ഗ്രീൻ ആ ഒരു മെത്തേഡിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ എല്ലാ എന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ് അല്ലേ പൊല്യൂഷൻ തടയാനും നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, then what is green engineering? It is design, commercialization and use of process and products that are feasible and economical while ഓക്കെ. അപ്പം ഇത് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ഡിസൈൻ ആണ്, അതായത് നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രോസസ്സ് ആയിക്കോട്ടെ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമ്മുടെ ഫീസിബിൾ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഉള്ള രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ അതിന്റെ ഏത് പ്രോസസ്സ് ആയിക്കോട്ടെ പ്രോഡക്ട്സ് ആയിക്കോട്ടെ അത് ആ രീതിയിലുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്ത് കൺസ്ട്രക്ഷൻ ആയാലും എഞ്ചിനീയറിംഗിന്റെ പാർട്ടായിട്ട് വരുന്ന ഏത് കൺസ്ട്രക്ഷൻ ആയാലും ഏത് ഡിസൈൻ ആയാലും ഫീസിബിൾ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അത്തരം പ്രോസസ്സിൽ അല്ലെങ്കിൽ അത്തരം പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then why do we need green engineering? There are 12 principles of green engineering. Green engineering 12 principles ആണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ 1. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ, പ്രിൻസിപ്പിൾസ് ഒക്കെ ഓരോന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ നോട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക, നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ 12 പ്രിൻസിപ്പിൾസ് ആണ്. ദർ ആർ 12 പ്രിൻസിപ്പിൾസ് ഓൺ ഗ്രീൻ എഞ്ചിനീയറിംഗ്. ഗ്രീൻ എഞ്ചിനീയറിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 12 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഓരോന്ന് പോയിന്റ് ആയിട്ട് നോക്കാം. ഓഡിബിൾ ആണല്ലോ അല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. The first principle is designers need to strive to ensure that all materials and energy inputs and outputs are as inherently non-hazardous as possible. നമ്മൾ ഡിസൈനേഴ്സ് ഇപ്പോൾ ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ. ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ ആദ്യമായിട്ട് എൻഷുർ ചെയ്തിരിക്കണം, അതിൻ്റെ ഇൻപുട്ട് ആയിക്കോട്ടെ ഔട്ട്പുട്ട്സ് ആയിക്കോട്ടെ എന്തും അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, നോൺ ഹസാർഡസ് ആയിരിക്കണം. നമുക്ക് പറ്റുന്ന അത്ര ആസ് പോസിബിൾ എത്ര നമുക്ക് പറ്റുന്ന അത്രത്തോളം എന്തായിരിക്കണം, നോൺ ഹസാർഡസ് ആയിരിക്കണം, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു ഇൻപുട്ട് കൊണ്ട് ഒരു ഔട്ട്പുട്ട് കൊണ്ട് എന്തുണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള പൊല്യൂഷൻസും എൻവയോൺമെന്റിൽ ഒക്കർ ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ 1 ഈസ് ഡിസൈനേഴ്സ് നീഡ് ടു സ്ട്രൈവ് എൻഷുർ ദാറ്റ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് എനർജി ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് are as inherently non-hazardous as possible. Okay, നോട്ട് ചെയ്യണം കേട്ടോ, ഓരോ പ്രിൻസിപ്പിൾസും നോട്ട് ചെയ്യണം, നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. Okay, then principle 2, it is better to prevent waste than to treat or clean up waste after it is formed. Okay, അപ്പോൾ നമുക്ക് വേസ്റ്റ് പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു വേസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടും എന്തായാലും നമുക്കൊരു വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത് ഏറ്റവും വേസ്റ്റ് പ്രിവെന്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് വേസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റ് എന്ത് ചെയ്യണം, അത് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറൊരു, അത് നമ്മളിപ്പോ സർക്കുലർ എക്കണോമി ഒക്കെ പറഞ്ഞല്ലേ, ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിന്റെ ഇൻപുട്ട് ആകുന്ന രീതിയിലൊക്കെ ഉള്ള സർക്കുലർ എക്കണോമി പോലെയുള്ള അതുപോലെയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വേസ്റ്റ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊരു പ്രോസസ്സ് ആണെങ്കിൽ വേസ്റ്റ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. ആ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായി വേസ്റ്റ് ആയി മാറാതെ അത് വേറൊരു പ്രൊഡക്റ്റിന്റെ ഫുഡ്, അതായത് ഇൻപുട്ട് ആയിട്ട് മാറ്റാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേസ്റ്റ് പ്രിവെന്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഏതാന്ന് പറയുന്നത്, ഉണ്ടാകുന്ന വേസ്റ്റ് എന്ത് ചെയ്യുക, ക്ലീൻ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ തേർഡ് പ്രിൻസിപ്പിൾ, separation and purification operation should be a component of the design framework. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻ ഷുഡ് ബി എ കമ്പണന്റ് ഓഫ് ദി ഡിസൈൻ ഫ്രെയിംവർക്ക്. ഒരു ഡിസൈൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻ. അതിൽ ഇപ്പം
നമ്മുടെ മെറ്റീരിയൽ സെപ്പറേഷൻ ആയിക്കോട്ടെ, അതിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതാണ് ഒരു ഗ്രീൻ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എഞ്ചിനീയർ ഒരു കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കമ്പണൻസ് ആയിട്ട്, അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു സ്റ്റേജസ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ദെൻ fourth principle, system components should be designed to maximize mass, energy and temporal efficiency. അപ്പോൾ നമ്മൾ പറഞ്ഞു എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ. അപ്പം എനർജി, അപ്പോൾ ഇതിൽ ഫോർത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മാക്സിമൈസ് ചെയ്യുക, എനർജി എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ fifth principle, system components should be output pulled rather than input pushed through the use of energy and material. System components should be output pulled rather than input pushed through the use of energy and material. അതായത് ലേഷാലിയസ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ലേഷാലിയസ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലേഷാലിയസ് പ്രിൻസിപ്പിൾ പറയുന്നത്, if a system in equilibrium is subjected to a stress, the equilibrium will shift in the direction which tends to relieve that stress. അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ലേഷാലിയസ് പ്രിൻസിപ്പിൾ? നിങ്ങൾ എവിടെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചതല്ലേ? ഇല്ലേ? എന്താ ലേഷാലിയസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ആരാ പറയാ? ആദിത്യ പറഞ്ഞേ. ഓക്കെ, നിങ്ങളുടെ വോയിസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്, ഓർമ്മയില്ല. ഓക്കെ ഓക്കെ, ലേഷാലിയസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ഈ സബ്ജക്ട് ടു എ സ്ട്രെസ്, ഒരു ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൽ നമ്മളൊരു പ്രഷർ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, ദ ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ടെൻസ് ടു റിലീവ് ദാറ്റ് സ്ട്രെസ്. അപ്പൊ എങ്ങോട്ടാ ഇക്വിലിബ്രിയത്തിലുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മളിപ്പോ ഒരു ഇക്വിലിബ്രിയത്തിലുള്ള, ഇപ്പൊ ഒരു ബക്കറ്റിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് നമ്മൾ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ, അതായത് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു വാട്ടർ കളക്ഷൻ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും? അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ടെൻസ് ടു റിലീവ് ദാറ്റ് സ്ട്രെസ് റിലീവ് ചെയ്യുന്ന അതിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ലേഷാലിയസ് പ്രിൻസിപ്പിൾ ആണ് ഇതില് നമ്മുടെ എന്താ പറയാ ഗ്രീൻ എഞ്ചിനീയറിംഗിൽ ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് പ്രിൻസിപ്പിൾ ഇസ്, അപ്പൊ ലേഷാലിയസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ലേഷാലിയസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെസ്, ദ ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ടെൻസ് ടു റിലീവ് ദാറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ്, അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, then and sixth principle, embedded entropy and complexity must be viewed as an investment when making design choices on recycle, reuse or beneficial disposition. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3R കൺസെപ്റ്റ് അല്ലേ, റീസൈക്കിൾ, റീയൂസ് ആൻഡ് റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറഞ്ഞാൽ 3R കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു കൺസ്ട്രക്ഷനിൽ, നമ്മുടെ ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം എന്നുള്ളത്. അതായത് 3R കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തിനാ? വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ, വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഉള്ളൊരു ഡിസൈൻ നമ്മൾ ആ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. ദെൻ സെവൻത് പ്രിൻസിപ്പിൾ, ടാർഗറ്റഡ് ഡ്യൂറബിലിറ്റി നോട്ട് ഇമ്മോർട്ടാലിറ്റി ഷുഡ് ബി എ ഡിസൈൻ ഗോൾ. അപ്പൊ ഡ്യൂറബിലിറ്റിയും മോർട്ടലും ആയിട്ടുള്ള ഒരു നോട്ട് ഇമ്മോർട്ടാലിറ്റി, അതപ്പോൾ മോർട്ടലും ആയിട്ടുള്ള ഒരു ഡിസൈൻ ഗോൾ നമ്മൾ, അങ്ങനെ ഒരു എയിം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്. ഒരു ഗ്രീൻ എഞ്ചിനീയറിംഗ് ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ഡ്യൂറബിലിറ്റിയും അതിന്റെ മോർട്ടാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ എയിം ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ദെൻ എയ്ത്ത് പ്രിൻസിപ്പിൾ, while product agility and product flexibility can be desirable, the cost in terms of materials and energy for
unusable capacity and capability can be high. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ എനർജി എഫിഷ്യൻസി, അതായത് മെറ്റീരിയൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മൾ നേച്ചറിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, കുറച്ച് മാത്രം കൺസ്യൂം ചെയ്യുക. അതായത് ഇതിനെ കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള തരത്തിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. Then there is also a tendency to design for the worst case scenario, such that the same product or process can be utilized regardless of spatial and temporal conditions. Okay, there is also a tendency to design for the worst case scenario, such that the same product or process can be utilized regardless of spatial or temporal conditions. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ഒരു വേസ്റ്റ് കേസ് നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു സിനാരിയോ ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ എന്ത് ചെയ്യുക, മറികടക്കുക എന്നുള്ളതാണ് എയ്ത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ദെൻ നയൻത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടി കമ്പണന്റ് പ്രൊഡക്ട്സ് ഷുഡ് സ്ട്രൈവ് ഫോർ മെറ്റീരിയൽ യൂണിഫിക്കേഷൻ ടു പ്രൊമോട്ട് ഡിസസംബ്ലി ആൻഡ് വാല്യൂ റിട്ടൻഷൻ. അതായത് മിനിമൈസ് മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി. മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ 10th പ്രിൻസിപ്പിൾ, design of processes and systems must include integration and interconnectivity with available energy and material flows. Okay. Okay. Sorry. നമ്മൾ 10th പ്രിൻസിപ്പിൾ പറഞ്ഞത്. 10th പ്രിൻസിപ്പിൾ പറയുന്നത് ഡിസൈൻ ഓഫ് പ്രോസസ്സസ് ആൻഡ് സിസ്റ്റംസ് മസ്റ്റ് ഇൻക്ലൂഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റർ കണക്ടിവിറ്റി വിത്ത് അവൈലബിൾ എനർജി ആൻഡ് മെറ്റീരിയൽ ഫ്ലോസ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ മസ്റ്റായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ മെറ്റീരിയൽ ഇന്റഗ്രേഷനും ഇന്റർ കണക്ടിവിറ്റിയും അത് എൻഷുർ ചെയ്യാന്നുള്ളത്. അവിടുത്തെ അതിലുള്ള മെറ്റീരിയൽസ്, നമ്മൾ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്തുള്ള റോ മെറ്റീരിയൽസിന്റെ ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റർ കണക്ടിവിറ്റി എന്നുള്ളത് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഓക്കെ. ദെൻ 11th പ്രിൻസിപ്പിൾ, പെർഫോമൻസ് മെട്രിക്സ് ഇൻക്ലൂഡ് ഡിസൈനിങ് ഫോർ പെർഫോമൻസ് ഇൻ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഒരു നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓ ഇല്ല ഇല്ല ഓക്കെ. അപ്പോൾ 11th പ്രിൻസിപ്പിൾ പറഞ്ഞത് പെർഫോമൻസ് മെട്രിക്സ് ഇൻക്ലൂഡ് ഡിസൈനിങ് ഫോർ പെർഫോമൻസ് ഇൻ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ്. അപ്പം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ലോങ്, അത് ഇപ്പം നമ്മുടെ എൻവയോൺമെന്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത അതിൻ്റെ ആഫ്റ്റർ ലൈഫും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളത്. ഇപ്പം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ലൈഫ് ആഫ്റ്റർ ലൈഫ്, അതിൻ്റെ ഒരു ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ ഇമ്പാക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കണം, ഒരു ഡിസൈൻ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് 11th പ്രിൻസിപ്പിൾ പറയുന്നത്. Then 12th പ്രിൻസിപ്പിൾ, ഡിസൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ റിന്യൂവബിൾ ആൻഡ് റെഡ്ലി അവൈലബിൾ ഇൻപുട്സ്. ഓരോ ഡിസൈൻ ചെയ്യുന്നതിലെ എനർജീസ് ആയിക്കോട്ടെ, എനർജി എന്ത് ചെയ്യണം, റിന്യൂവബിൾ ആയിരിക്കണം, റെഡ്ലി അവൈലബിൾ ഇൻപുട്സ് ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള ഇൻപുട്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതൊക്കെയാണ് ഗ്രീൻ എഞ്ചിനീയറിംഗിന്റെ 12 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ. Then traditional process
വേഴ്സസ് ഗ്രീനർ പ്രോസസ്. അപ്പോൾ ട്രഡീഷണൽ പ്രോസസ്സും ഗ്രീനർ പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ട്രഡീഷണൽ പ്രോസസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് പ്ലസ് എനർജി ഇംപ്ലൈസ് കെമിക്കൽ പ്രോസസ് വിച്ച് ഇംപ്ലൈസ് പൊല്യൂഷൻ കൺട്രോൾ. അപ്പം നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽസും എനർജിയും നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കെമിക്കൽ പ്രോസസ്സസ് ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും കെമിക്കൽ പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത്. റോ മെറ്റീരിയൽസും എനർജിയും കൂടുതലായിട്ടുള്ള കെമിക്കൽ. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഇപ്പം നമ്മൾ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഇപ്പോൾ സിമൻറ്റ് അല്ലേ. സിമൻറ്റ് ഒരു മേജർ കമ്പണൻ്റ് ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഒരു മേജർ കമ്പണൻ്റ് ആണ് സിമെന്റ് എന്ന് പറയുന്നത്. ഈ സിമെന്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഈ കെമിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് സിമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ നടക്കുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സാണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് ഒന്ന് പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കെമിക്കൽ മെറ്റീരിയൽസ് ആണ്. അവിടെ നടക്കുന്ന പ്രോസസ്സസ് എന്ന് പറയുന്നത് അല്ലെ പെയിന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നതൊക്കെ ഒരു കെമിക്കൽ പ്രോസസ്സാണ്. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊല്യൂഷൻ കൺട്രോൾ. പിന്നെ നമുക്ക് ആ ഒരു കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടി വരും? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ട ആയിട്ട് വരും അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് പിന്നെ നമുക്കൊരു പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. പൊല്യൂഷൻസിലേക്ക് വഴിവെക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്കൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്വീകരിച്ചു വരുന്ന നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രീനർ പ്രോസസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് പ്ലസ് എനർജി ഇംപ്ലൈസ് മോഡിഫൈഡ് കെമിക്കൽ പ്രോസസ്. അതായത് കെമിക്കൽ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും. ഇപ്പം ബിൽഡിങ്ങിലൊക്കെ നടക്കുന്നതൊക്കെ കെമിക്കൽ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഒരു ഫാക്ടറിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ടുള്ള അവിടെ നടക്കുന്ന പ്രോസസ്സസ് കെമിക്കൽ പ്രോസസ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് കുറയത്തക്ക വിധത്തിലുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അല്ല. ഇപ്പോഴല്ല, ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്, കുറേശ്ശൊക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. വിച്ച് ഇംപ്ലൈസ് ഹയർ ഇൻകം ആൻഡ് ഹയർ ഓപ്പറേഷൻ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോളൊക്കെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ കൂടുതൽ ഇൻകം വേണ്ടി വരും അല്ലേ. ഇങ്ങനെ ഒരു ഇതിന് കൂടുതൽ ഇൻകം വേണ്ടി വരും. പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹൈ ആയിരിക്കും. പിന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ ഒരു ഗ്രീനർ പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉണ്ടാകുന്ന മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ റീസൈക്കിൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് പിന്നെ ഇതിന്റെ ഒരു ഇൻപുട്ടായിട്ട് മാറും. ആ ഇൻപുട്ടിന് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്ത് പിന്നെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വേസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഗ്രീനർ പ്രോസസ് എന്ന് പറയുന്നത്. വേസ്റ്റ് ഉണ്ടാകും, വേസ്റ്റായി വരുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്? അത് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. വേസ്റ്റ് പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ടാകും അല്ലെ. ഏതൊരു പ്രോസസ്സിനായാലും വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഔട്ട്പുട്ട്സ് കിട്ടാറുണ്ട്. ഔട്ട്പുട്ട് ആയിട്ടുള്ള വേസ്റ്റ്, അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റ് കിട്ടാറുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യത്തക്ക വിധത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്കൊരു ക്ലീനർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ക്ലീനർ ആൻഡ് ഗ്രീനർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതാണ് ട്രഡീഷണൽ പ്രോസസ്സും ഗ്രീനർ പ്രോസസ്സും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പ്രസന്റ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. ഇപ്പം നിലവിലുള്ള എന്തൊക്കെയാണ് ഇങ്ങനെ ഗ്രീനർ എഞ്ചിനീയറിംഗിലുള്ള ഇപ്പോഴത്തെ ഒരു എഞ്ചിനീയറിംഗിലുള്ള എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് നോക്കാം. വയർലെസ് റേഡിയേഷൻസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഇപ്പം വയർലെസ് റേഡിയേഷൻസ് കൂടുതലാണ് അല്ലെ. നമ്മൾ ഗ്രീനർ എഞ്ചിനീയറിംഗ് അല്ല ഇപ്പം നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വയർലെസ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കൂടിക്കൊണ്ടുവരികയാണ് അല്ലെ. നമ്മുടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പൊല്യൂഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടിക്കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഹസാർഡസ് എയർ പൊല്യൂഷൻ
എയർ പൊല്യൂഷൻസ് ഫാക്ടറിയിൽ നിന്നൊക്കെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ട് വരികയാണ്. ദെൻ ഹീറ്റ് റേഡിയേഷൻ ഫ്രം ഇലക്ട്രോണിക് ഡിവൈസസ്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതിൽ നിന്നൊക്കെ വരുന്ന ഹീറ്റ് റേഡിയേഷൻസ് പല തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ്, കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫാക്ടറീസിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്താ, ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് ആണ്. ഇപ്പം നിലവിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന പ്രസന്റ് എഞ്ചിനീയറിംഗ് ഒരു പ്രോസസ്സിലുള്ള എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് ആണ് എന്തെന്ന് പറയുന്നത്, വയർലെസ് റേഡിയേഷൻ, ഹസാർഡസ് എയർ പൊല്യൂഷൻ മാത്രമല്ല, വാട്ടർ പൊല്യൂഷൻ പറയാം അല്ലെ, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. ഓക്കെ, ദെൻ അപ്പം ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാം, ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത്, യൂസിങ് എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ടെക്നോളജി. എന്ത് ചെയ്യണം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി ഒക്കെ നമുക്ക് റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് മെത്തേഡ്സ്, ആ ഒരു അപ്രോച്ച് സ്വീകരിക്കുക എന്നുള്ളത്, 3R കൺസെപ്റ്റ് എന്താ പറയാ അത് ഫോളോ ചെയ്യാം അല്ലെ. അതായത് എന്തെങ്കിലും നമ്മൾ എനർജി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അതിന്റെ എനർജി അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, അതിന്റെ കൺസംഷൻസ് റെഡ്യൂസ് ചെയ്യുക. ദെൻ എടുക്കുന്ന മെറ്റീരിയൽസ് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് നമ്മൾ പിന്നെയും ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ വേസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then green future. By 2020, European countries hopes to reduce greenhouse gas emissions by 20%, while increasing reliance on renewable energy sources by 20%. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ 2020 ആകുമ്പോഴേക്കും ഗ്രീൻ ഹൗസ് എമിഷൻസ് ഒക്കെ 20% ഒക്കെ കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് 20% കുറയ്ക്കുന്നത് കൂടെ തന്നെ റിന്യൂവബിൾ എനർജിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അവർക്ക് 20% വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുക, റിന്യൂവബിൾ സോഴ്സസ് ഒക്കെ, റിന്യൂവബിൾ എന്താ പറയാ ആപ്ലിക്കേഷൻസ്, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. Then with the zero carbon emission, this technology will uncertainly help in overall reduction of CO2 emissions. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദി സോളാർ അറേ ഓഫ് പാനൽസ് ട്രാപ്ഡ് ആൻഡ്, നമുക്കറിയാലോ നമ്മൾ സോളാർ പാനലിനെ കുറിച്ച് പഠിച്ചത്, ദ സോളാർ പാനൽ ഓഫ് solar array of panel trap and unimaginably source from several magnitudes and converted into electricity. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫോട്ടോ വോൾട്ടായിക്കിന്റെ അല്ലെ. ഫോട്ടോ വോൾട്ടായിക്ക് എങ്ങനെയായിരുന്നു അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ വർക്കിംഗ് എന്തായിരുന്നു? പറഞ്ഞേ തുഷാര. ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ വർക്കിംഗ് പറഞ്ഞേ. ഹലോ തുഷാര, കേൾക്കാൻ പറ്റുന്നില്ലേ? എടോ കേൾക്കുന്നില്ലടോ. ഓക്കെ, പറഞ്ഞേ തുഷാര. ഓക്കെ, സ്നേഹ. ഫോട്ടോ വോൾട്ടായിക് സെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞേ. ലൈറ്റ് വെച്ചിട്ട് ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ലേ? അതെ, ലൈറ്റ് എനർജി യൂസ് ചെയ്ത്, അതായത് സോളാർ എനർജി യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ് ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത് അല്ലെ.
അങ്ങനെയാണ് ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ് പറഞ്ഞ വർക്കിംഗ് ഓഫ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ ഓർമ്മയില്ല മിസ്സേ. ഫ്യൂവൽ സെല്ല് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതിന്റെ വർക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഫ്യൂവൽ സെൽസിന്റെ ടൈപ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അത് പോയിന്റ് അതുപോലെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. വേറെ ആരാ ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ് പറയുന്നത് ആരാ? സഹല. മിസ് ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ് എങ്ങനെയായിരുന്നു? ഓർമ്മയില്ല മിസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം എന്നുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആദിത്യ. മിസ്. ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ് പറഞ്ഞേ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ? അതിൽ എന്തൊക്കെയാ കമ്പണൻസ് ഉള്ളത് എന്ന് പറഞ്ഞേ. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും പിന്നെ ആനോഡ്സും കാഥോഡും. അതെ, ആനോഡിനെയും കാഥോഡിനെയാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇലക്ട്രോഡ്സിനെയാണ് ആനോഡ് കാഥോഡ് എന്ന് പറയുന്നത്. ഈ ആനോഡിലും കാഥോഡിലും നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അതാരായിരിക്കും സ്പീഡപ്പ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് അല്ലെ? കാറ്റലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആനോഡിലുണ്ട് കാറ്റലിസ്റ്റ് ഏതായാലും നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നമ്മൾ ആനോഡിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആരാ? ഓർമ്മയില്ല മിസ് ഏത്. പ്ലാറ്റിനം ആണ് ആനോഡിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കാഥോഡിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നിക്കൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ആനോഡിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ ഏതായിരിക്കും? ആനോഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവല് ഹൈഡ്രജൻ ആണ് കൊടുക്കുന്നത്. കാഥോഡിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ആ വർക്കിംഗ് ശരിക്കും ഓർത്ത് വെക്കുക കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ ആണ്. അപ്പൊ ഹൈഡ്രജൻ ആണ് നമ്മള് ആനോഡിലേക്ക് കൊടുക്കുന്നത്, കാഥോഡിലേക്ക് കൊടുക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജൻ ഈ ആനോഡിൽ നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റിനം ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? അയണൈസ് ചെയ്യും. ഹൈഡ്രജൻ അയോൺസും ഇലക്ട്രോണും ആയിട്ട് മാറ്റും. ഇതിലെ ഹൈഡ്രജൻ അയോൺസ് ആണ് എങ്ങോട്ടേക്ക് നമ്മുടെ ഇലക്ട്രോലൈറ്റ് വഴി കാഥോഡിലേക്ക് പോയി അവിടെയുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2O അതായത് വാട്ടർ ഫോം ചെയ്യും. ദെൻ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ വയറിലൂടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യും. ഇത് കാഥോഡിലേക്ക് എത്തും. ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ വർക്കിംഗ് എന്ന് പറയുന്നത്. ഫ്യൂവൽ സെല്ലിൽ എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇതുപോലെയുള്ള ഫോട്ടോ വോൾട്ടായിക് അല്ലെങ്കിൽ ഫ്യൂവൽ സെൽ പോലെയുള്ള റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രീൻ എഞ്ചിനീയറിംഗിന്, അതായത് ഗ്രീനർ പ്രോസസ് അല്ലെങ്കിൽ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then prefer bicycle instead of bike to prevent pollution. Pollution prevent ചെയ്യാനായിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് പിന്നെ ബൈസിക്കിൾ പോലെയുള്ള, അതായത് എക്സ്റ്റേണൽ എമിഷൻസ് ഒന്നും ഗ്യാസ് എമിഷൻസ് ഒന്നും ഇല്ലാത്ത പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ബൈസിക്കിൾ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഒക്കെയാണ് നമുക്ക് ഗ്രീനർ എഞ്ചിനീയറിംഗിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എൻവയോൺമെന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് പറയുന്നത്. ഓക്കെ.